ഹലോ അസ്സാം വലൈക്കും. ഞങ്ങൾ പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് 200 റേറ്റ് പറഞ്ഞ് 1400 രൂപക്ക് എത്ര എണ്ണം കിട്ടി സച്ചുമോളെ? 13 എണ്ണം അല്ലേ? 13 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ഇറക്കാൻ പോവുകയാണ്. എന്താവുമെന്ന് പഠിച്ചവനിക്കറിയാം. എങ്ങനെയാണെന്ന് അറിയില്ല. നിൽക്കെങ്കിലും മാറ്. ഫുഡ് എടുക്ക്. ഫുഡ് എടുത്തിട്ടാ. ഫുഡ് എടുക്ക്. ഇത് പൂവനാണെന്ന് തോന്നല്ലേ? പൂവൻ കോഴിയാണ്. അപ്പോൾ അതേ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ മാറിക്ക് സച്ചുമോളെ. അപ്പോൾ ഇറങ്ങിക്കോളൂ. ബാ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇറങ്ങണില്ല ഒന്നും. പയ്യെ പിടി. 2 കുഞ്ഞുങ്ങളായി. ബാ എടി അവനടി വേണ്ടേ ബാ പൊക്കം കൊള്ളില്ലടി. ഓരോ കുഞ്ഞുങ്ങളും ഇറങ്ങുന്നുണ്ട്. ഓടിയാ ബാ ഒരെണ്ണം തൂങ്ങിക്കണേണോ? ബാ മക്കളെ ബാ. അങ്ങനെ തന്നെ വാ. ഉയരം കൂടുതലല്ലേ ടീച്ചർ? ഞങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങളാണിത്. എന്താ ഇനി ഈ കോഴിക്ക് എന്താണ് ഈ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ കൊടുക്കണേന്ന് പറയാൻ കമൻ്റ് ഇടണം. ഞങ്ങൾക്ക് അതേപോലെ കൊടുക്കാനാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് വളർത്തിയതൊരു 5 എണ്ണത്തിന് മേടിച്ചുള്ളായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്? അപ്പോൾ ഞാൻ ഇച്ചിരി കഞ്ഞിയാണ് ചൂട് ഇന്ന് വെച്ചതാണ്. പഴഞ്ചോറൊന്നുമല്ല, ചൂട് കഞ്ഞിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങളെന്താണ് വീട്ടിൽ കോഴിക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ പറയണം. അതേപോലെ കൊടുക്കാനാണ്. പിന്നെ ഇലകളൊക്കെ കഴിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പറയണം. ചെറിയ മോളെ എഴുന്നേറ്റിട്ടില്ല. ഇവിടെ ഒരു പൂച്ചേനെ പിടിച്ച് അങ്ങ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കാണ്. അവനെ ഇച്ചിരി വികൃതി കൂടുതലാണ്. അവന് ഇത്തിരി ചാട്ടവും കോഴിക്കുഞ്ഞുങ്ങൾ കാണുമ്പോൾ ഒരു ഓട്ടമൊക്കെയാണ്. അപ്പോൾ അവനെ പൂട്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഒന്നും ആയില്ല, പഴയ മൊബൈലാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങണുള്ളൂ ഞങ്ങൾ. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം ഒക്കെ. ഞങ്ങളുടെ ഇന്നലത്തെ ചെടി ഇപ്പോൾ ഇന്ന് ഭയങ്കര വെയിലായതുകൊണ്ടേ താഴെ ഒഴിക്കുന്ന വെള്ളമൊക്കെ കരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. കുറച്ചായിട്ട് നല്ല വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഇവിടെ റിനുമോൾ ഉറങ്ങണേണ്. അത് കാരണം പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റിൽ വന്നായിരുന്നു ഈ പുളി കഴിക്കാൻ പാടില്ല എന്ന്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷാംശം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ സുന്ദരിമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. സുന്ദരിമോളിക്ക് എന്നൊരു സമ്മാനമുണ്ട് കേട്ടോ. സുന്ദരി അവൾക്കൊരു സമ്മാനമുണ്ട്. റിനുമോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മോറ് കഴിയണതാണ്. അപ്പോൾ റിനുമോൾക്ക് എൻ്റെ വകയല്ല, എൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉമ്മാക്ക് സുഖമില്ലാത്തതാണ്. അപ്പോൾ ഉമ്മാനെ കാണാനായിട്ട് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ റിനുമോൾക്കൊരു സമ്മാനമുണ്ട്. ആ വെള്ളത്തിൻ്റെ സൗണ്ട് ഓഫേ കഴിഞ്ഞാ തുടച്ചോളൂ. അപ്പോൾ റിനുമോളെ സമ്മാനം കാണിച്ചിട്ടേ നോക്ക്, ചിരിക്ക്. അന്ന് സമ്മാനമില്ല. ടണ്ടടേ ഇതാര് തന്നറിയാമോ? ഇങ്ങോട്ട് നോക്കിയേ, കാണിച്ചു കൊടുത്തേ പാവാച്ചിന. ഇതിൽ കാണിച്ചേ. ഓ ഒരായി കാണിക്കേ, എന്നിട്ട് പോയിക്കോ. വേണ്ട സമ്മാനം തന്നാട്ടാ. ഞാൻ
പ്രത്യേകം പറഞ്ഞ സമ്മാനമാണ്. ഹായ് കാണിക്ക്. സമ്മാനം കൂടെ തിരിച്ചു തന്നേര്. ഇങ്ങോട്ട് നോക്കിയിട്ട് ഹായ്. വേണ്ട റിനുമോക്ക് പാവ കിട്ടി. റിനുമോളെ നിങ്ങൾക്ക് ഉണ്ടായി ഇങ്ങനത്തെ പാവ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പാവ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് റിനുമോക്ക് ഇന്ന് റിനുവിൻ്റെ മാമ, അതായത് എൻ്റെ ആങ്ങളെ വന്നപ്പോൾ കൊടുത്തതാണ്. ആ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൻ അമർത്തണം. എല്ലാ കൂട്ടുകാർക്കും ഹായ് പറ. അവർ ചോദിക്കേ